കുട്ടികളെ ചിലപ്പോൾ കൊണ്ടുവരുന്നത് ഏജൻസ് ആയിരിക്കും. ഈ ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര ക്രൂരന്മാരായ നിഷ്ഠൂരരായ വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഏജൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ പള്ളിയിലെ അച്ഛന്മാരുണ്ട്, അമ്പലത്തിലെ ആൾക്കാരുണ്ട്, പിന്നെ എന്താ പറയുക, ഉസ്താദന്മാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ കേരളം വിട്ടു പോകുന്നു എന്നുള്ളതിനെ പറ്റി എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും അതിനൊരു റീവിസിറ്റ് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് അതിനെപ്പറ്റി ഐഡിയ ഉള്ളവരാണ്. ക്വാളിറ്റി ഉള്ളവർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം. എങ്കിലേ ഈ സോർട്ടിങ് നടക്കത്തുള്ളൂ, എങ്കിലേ ടെക്നീഷ്യൻ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ പറയുന്ന ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയറേക്കാൾ ഇമ്പോർട്ടൻ്റാണ്. ഏത് രീതിയിലുള്ള തട്ടിപ്പിനും ഏറ്റവും കൂടുതൽ ഇരയാകുന്ന ഒരു പ്രബുദ്ധരായ മനുഷ്യരാണ് മലയാളി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തും നോക്കിയോ, ഗോവിന്ദൻകുട്ടി പറഞ്ഞു 2,10,000 കുട്ടികൾ ജയിച്ചെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം 2,10,000 കുട്ടികൾ ജയിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം വെൽക്കം ടു ABC ടോക്സ്. ഹലോ സർ, രാജു കുര്യൻ സാർ വിസാർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനാണ്. സാർ ഇപ്പോൾ +2 റിസൾട്ടൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ സാർ? ശരിക്കും നമ്മുടെ സ്റ്റുഡൻസ് എന്ത് കാര്യങ്ങളിലാണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്? അവർ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോഴോ, അല്ലെങ്കിൽ എബ്രോഡ് പോകാൻ തീരുമാനിക്കുമ്പോഴോ, അതർ സ്റ്റേറ്റിൽ പോകാൻ തീരുമാനിക്കുമ്പോഴോ എന്ത് മിസ്റ്റേക്കാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് സാർ നോട്ടീസ് ചെയ്തിട്ടുള്ളത്? മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റുകയില്ല. കാരണം നമ്മൾ പോകുന്നത് മിക്കവാറും നമ്മുടെ കുട്ടികളെല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റിക്ക് വിദ്യാഭ്യാസത്തെപ്പറ്റി വലിയ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ പേരൻസിനെല്ലാം നമ്മുടെ മക്കൾ പഠിച്ച് വലിയ ആൾക്കാരാകണം. അവർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു മക്കൾക്ക് വേണ്ടി ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന പേരൻസ് ലോകത്ത് തന്നെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാത്രമാണ്. പക്ഷേ ഈ മക്കൾ ടീനേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ 17, 16, 17 ആകുമ്പോൾ ഈ +2 കഴിയുമ്പം പിന്നെ അവരുടെ ഡിസിഷനെ സ്വാധീനിക്കുന്നത് മൊത്തം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ, ഫ്രണ്ട്സ്, ആ ഫാസിനേഷൻസാണ്. ഇപ്പം ക്യാമ്പസുകൾ അല്ലെങ്കിൽ ലൊക്കേഷൻസ്, ഇപ്പം കേരളത്തിന് വെളിയിൽ പോകുന്ന ആട്ട്, വെളിയിൽ പോകുമ്പം ലോകത്തിന് ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന ആട്ട്, ഇതിനൊക്കെ ഉണ്ടാകുന്ന ആ ഫാസിനേഷനാണ്. റിയാലിറ്റി ആയിട്ട് ബന്ധമില്ല. ഈ പോയ ആൾക്കാരിൽ ഇപ്പം നമ്മൾ വെളിയിൽ പോകുന്ന ആൾക്കാരിൽ ഇപ്പം ബാംഗ്ലൂർ പോയി പഠിച്ചവർക്ക് എന്ത് കിട്ടി എന്നുള്ള ചെക്കിങ് നമുക്ക് ഉണ്ടാകുന്നില്ല. ഒരാൾ തമിഴ്നാട്ടിൽ പോയി പഠിച്ചു, അവർക്ക് എന്ത് കൂടുതലായി നമ്മളെക്കായി കിട്ടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അവനവൻ്റെ നാട്ടിൽ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണങ്ങൾ പറയാതിന്. കാരണം ഈ നാട്ടിൽ നമുക്ക് ബന്ധങ്ങളുണ്ടാകും, പറഞ്ഞു മനസ്സിലായി. ഇപ്പോൾ സുഹൃത്ത് വലയങ്ങളുണ്ടാവും, ബന്ധങ്ങളുണ്ടാവും. നമ്മുടെ ലൈഫ് ഈ 18, 19, 20 ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് ഓടുമ്പം നമുക്കിത് സപ്പോർട്ടിങ് ആയി നിൽക്കണമെങ്കിൽ ആ കാലത്തുണ്ടാക്കുന്ന ബന്ധങ്ങൾ വേണം. ബാംഗ്ലൂർ പോയി പഠിച്ചു, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു, പഠിക്കുന്നു, പിരിയുന്നു. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടേ നമുക്ക് ലൈഫിൽ ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. വളരെ അപൂർവമായിരിക്കും. പക്ഷേ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ആ ബന്ധങ്ങൾ ഉപയോഗിക്കാനും നമ്മൾ ചിലപ്പോൾ ഇപ്പം ഞാൻ 55 വയസ്സിന് ശേഷം ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ വലിയ ഗസറ്റ് ഓഫീസർ വലിയ പുള്ളിയായിട്ടിരിക്കുകയാണ്, പൊളിറ്റിക്കലി വലിയ പുള്ളിയായി കാണും. നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ, കൂടെ വാച്ച് പഠിച്ച ആൾക്കാരൊക്കെ വലിയ വലിയ നിലകളിലെത്തും. ഇതൊക്കെ നമ്മുടെ ലൈഫിന് ഗുണകരമായ കാര്യങ്ങളാണ്. നമ്മൾ മറ്റേത് പോയി പഠിച്ചിട്ട് പോകുന്നു, അവിടെ ഞാൻ പഠിച്ചു, ഇപ്പം ഞാൻ ലണ്ടനിൽ പഠിച്ചു. ഞാൻ എൻ്റെ സ്വന്തം കേസിൽ പോലും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. എൻ്റെ മക്കളെ പോലും വെളിയിൽ വിട്ട് പഠിപ്പിച്ചത് വേണ്ടായിരുന്നു. അവരിവിടെ പഠിച്ചാൽ ചിലപ്പോൾ അവരുടെ കൂടെ ബന്ധങ്ങളും അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയും അവരുടെ കാര്യങ്ങളൊക്കെ കുറേ കൂടി നന്നായേനെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. വളരെ ആത്മാർത്ഥമായിട്ട്. ഇതിപ്പം ഇതിനകത്ത് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഇപ്പം വിസാർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാനാണ് അങ്ങ് ഇരുന്ന കാലത്ത്. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ എൻജിനീയറിംഗ് പഠിക്കാൻ അഗ്രസീവായ കുട്ടികൾക്ക് ഇവിടെ സീറ്റ് തികയാതിരുന്നപ്പോൾ പോയിട്ടുണ്ട്. നഴ്സിങ്ങിൻ്റെ സീറ്റ് തികയാതിരുന്നപ്പോൾ പോയിട്ടുണ്ട്. ആ പ്രക്രിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എല്ലാം കോളേജുകൾ സ്കൂളുകൾ പോലെ മുളച്ചു. അത് നമ്മുടെ ബോർഡർ സ്റ്റേറ്റ്സിലെ ബോർഡർ ഡിസ്ട്രിക്റ്റുകളിൽ നിൽക്കുന്ന കോളേജുകളുടെ എണ്ണം രാജ്യാനറിയാം ഒരുപാടാണ്. ഈ കോളേജുകളിലെല്ലാം കുട്ടികളുമുണ്ട്. പക്ഷേ ഈ കോളേജുകളിലെ പഠനം കഴിഞ്ഞെത്തുന്ന കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ എത്രത്തോളം ക്രമപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അവർക്ക് പലരും മയക്കുമരുന്നിന് അടിമയാകുന്നു. ഇൻറ്റേർണൽ മാർക്സിൻ്റെ പേരിൽ അവർ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നു.
അവിടെ പോയി പരീക്ഷ ജയിക്കാതെ തിരിച്ച് ഇങ്ങോട്ട് വരാതെ ഏതെങ്കിലും രാജ്യത്തേക്ക് നാട് വിട്ടു പോകുന്നു. മൊത്തത്തിൽ ഒരു മിസ്ലേനിയസ് ഫീലിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഈ ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ കേരളത്തിൽ പഠിക്കാൻ അവസരമുണ്ട്, സീറ്റുകളുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങയുടെ കോളേജിൽ സീറ്റുകളുണ്ട്. ഈ സീറ്റുകളെ പറ്റി സകല വിവരവും അങ്ങയുടെ വെബ്സൈറ്റിലുണ്ടാവും, എല്ലാ കോളേജിൻ്റെയും വെബ്സൈറ്റിലുണ്ടാവും. പക്ഷേ അവിടെ കുട്ടികളെ ചിലപ്പോൾ കൊണ്ടുവരുന്നത് ഏജൻസ് ആയിരിക്കും. അതാണ് കറക്റ്റാണ്. ഈ ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര ക്രൂരന്മാരായ നിഷ്ഠൂരരായ വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഏജൻസാണ്. 30,000 രൂപ ഫീസ് കൊടുക്കേണ്ടടുത്ത് 1.5 ലക്ഷം രൂപ ഫീസ് പറഞ്ഞ്, അതും ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ മോനായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ആളുടെ മോനായിരിക്കും. അവർക്ക് വെബ്സൈറ്റിൽ ഫീസ് ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ ക്രമീകരണങ്ങളും കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ അവൈലബിൾ ആണെങ്കിൽ പോലും അവരെ ഏജൻ്റ് എന്നുള്ള രീതിയിൽ ഒരാൾ സമീപിക്കുകയും അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്നത്, അതായത് എനിക്ക് തോന്നുന്നു, എൻ്റെ കാൽക്കുലേഷൻ ശരിയാണോ എനിക്കറിയില്ല, 50,000 രൂപ ഫീസ് അടയ്ക്കേണ്ടടുത്ത് 1.5 ലക്ഷം രൂപ ഫീസ് വാങ്ങിച്ച കേസുകൾ എനിക്കറിയാം. 50,000 രൂപ ഫീസ് അടയ്ക്കുന്നിടത്ത് ഏജൻറ്റ് ഒരു 60,000 മേടിച്ചോട്ടെ, പോട്ടെ 75,000 മേടിച്ചോട്ടെ. ഇതിന് ചൂഷണത്തിൽപ്പെടുന്ന കുട്ടികൾ, ഈ പണം പോകുന്നത് മാത്രമല്ല, ഇവരുടെ ഒരവസ്ഥ ഭീകരം. പോയി പെട്ടുപോവുകയാണ്. നല്ല കോളേജായിരിക്കില്ല, ഇത്രയും കമ്മീഷൻ കൊടുക്കുന്ന കോളേജ് ഒരിക്കലും നല്ല കോളേജ്, എഡ്യൂക്കേഷൻ ക്വാളിറ്റി മോശമായിരിക്കും. നമുക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെ ഈ +2 കഴിയുന്ന കുട്ടികളെ, അവരുടെ രക്ഷകർത്താക്കളെ ഒന്ന് മോചിതരാക്കാം? അവരെവിടെയോ പഠിച്ചോട്ടെ, ഈ ഒരു ട്രാപ്പിൽ നിന്ന് എങ്ങനെ നമുക്ക് മോചിതരാക്കാൻ പറ്റും? ഇതിപ്പം നമ്മൾ കോളേജുകളിൽ പോയിട്ട്, സ്കൂളുകളിൽ പോയിട്ട് നമ്മൾ ക്ലാസ്സുകൾ നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് പോയിട്ട് ഹയർ എഡ്യൂക്കേഷനെ പറ്റി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ പലപ്പോഴും ഈ സ്കൂളുകളുടെ ഒരു അപ്രോച്ച് നെഗറ്റീവാണ്. കാരണം ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത്, ഗവൺമെൻറ് പറഞ്ഞു വെച്ചേക്കുന്നത്, ആരുടെ നമ്പറുകൾ, സ്കൂളിലെ കുട്ടികളുടെ നമ്പറുകൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കുന്നത് ഇല്ലീഗലാണ്, ഇവർ വിളിക്കും, പിള്ളേരെ വിളിക്കും, അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇതുണ്ടാകും. ശരിയാണ്, നമ്പർ കിട്ടിയാൽ കോളേജുകാർ വിളിക്കും. പക്ഷേ അവയർനെസ്, എവിടുന്ന് അവയർനെസ് ഉണ്ടാകും? നമ്മൾ ഓർക്കേണ്ടത്, +2 പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിനോട് ചോദിച്ചാൽ പോലും അവർക്ക് പോലും ഉന്നത വിദ്യാഭ്യാസത്തെപ്പറ്റി നല്ല രീതിയിലൊരു അവയർനെസ് ഇല്ല. എൻ്റെ കൂടെ പഠിക്കുന്ന, അല്ല എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, 40 കുട്ടികളിരിക്കുന്ന ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ്, ഈ 40 പേരും എന്തിനാണ് ഫിറ്റാകുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മളൊരു മെക്കാനിസം, നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേറ്റഡ് മെക്കാനിസം നമുക്കില്ല അവരെ ഗൈഡ് ചെയ്യാനുള്ളത്. കുട്ടികൾക്കും അധ്യാപകർക്കും പേരൻസിനും അറിയില്ല. അതാണ് പ്രശ്നം. അപ്പം അവിടെയാണ് ഒന്നും കൂടി പറഞ്ഞ ഏജൻസിൻ്റെ സ്ഥാനം. അവർ വന്നിട്ട് അവർ ഗൈഡ് ചെയ്യുകയും മിസ്ഗൈഡ് ചെയ്യുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അവർ ഗൈഡ് ചെയ്യുകയാണെന്നുള്ള ഭാവത്തിൽ അവർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതിന് നമ്മുടെ ആൾക്കാർ വളരെ എന്താ പറയുന്നത്, ഏത് രീതിയിലുള്ള തട്ടിപ്പിനും ഏറ്റവും കൂടുതൽ ഇരയാകുന്ന ഒരു പ്രബുദ്ധരായ മനുഷ്യരാണ് മലയാളി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തും നോക്കൂ, പണ്ട് കാലം തൊട്ട് ഇങ്ങോട്ട് പോന്നാൽ എല്ലാ രീതിയിലുള്ള തട്ടിപ്പുകൾക്കും, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു 87-ലൊക്കെ പിന്നെ ബാംഗ്ലൂരിലുള്ള കോളേജുകളിൽ അന്ന് ഒരു മെഡിസിന് സീറ്റ് കിട്ടണമെങ്കിൽ $75,000 NRE മണി അന്നത്തെ കാലത്ത് കൊടുക്കണം. വലിയ പൈസയാണ്. ഇന്നും വ്യത്യസ്തമല്ല, ആർക്കും കുഴപ്പമില്ല. ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് സീറ്റ് കിട്ടണമെങ്കിൽ മദ്രാസിലും ബാംഗ്ലൂരിലുമുള്ള കോളേജുകളിൽ 22 ലക്ഷം രൂപ വരെ കൊടുക്കണം മിനിമം. ഇപ്പോഴും നല്ല കോളേജുകൾ അത് കൊടുക്കാൻ തയ്യാറാണ്. അതിനേക്കാൾ നല്ല ടീച്ചിങ്ങോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളതോ ഒരു ടീച്ചിങ് നമ്മുടെ കേരളത്തിൽ കൊടുത്താലും നമ്മുടെ കുട്ടികൾ നിൽക്കില്ല. അവിടെയാണ് മാറ്റം ഉണ്ടാകേണ്ടത്. നമ്മൾ എന്തിനു വേണ്ടി, എന്ത് മേടിക്കുവാനാണ് കാശ് കൊടുക്കുന്നത് എന്നുള്ള ക്യാമ്പസ് ഉണ്ടാകാം, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പ്ലേസ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലേസ്മെൻറ്റ് എല്ലായിടത്തും പ്ലേസ്മെൻ്റ് ഉണ്ട്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ കാലിബറും കാര്യങ്ങളും ഒക്കെയാണ്. അത് കാലിബർ ഉള്ളവരും ടെസ്റ്റ് എഴുതി പാസ്, ഇപ്പോൾ NIT-ലോ IIT-ലോ ഒക്കെ അഡ്മിഷൻ കിട്ടിയില്ല, RECയിലോ പോകുന്നവർ ചിലപ്പോൾ അവർക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. മറ്റുള്ള പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വരെ പൈസ കൊടുത്ത് പോകും. കേരളത്തിന് വെളിയിൽ പോയ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും എല്ലാ നേഴ്സിംഗ് സ്ഥാപനങ്ങളിലും പൈസ കൊടുക്കാൻ ആൾക്കാർക്ക് മടിയില്ല. മനസ്സിലല്ലേ? എന്ത് കോഴ്സിനും. ഈ കുറച്ച് ഏജൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏജൻസ് ഒന്ന് പറയുന്നത് അങ്ങ് വെള്ളം തൊടാതെ നമ്മളങ്ങ് വിഴുങ്ങുവാണോ?
അങ്ങനെയല്ല, ഇവർക്കൊരു എനിക്ക് തോന്നുന്നു ഇവർ വളരെ ടാലന്റഡ് ആണ്. അതെ അതെ ഇവര് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികൾ ഭയങ്കര അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ക്രോസ് ചെക്ക് ചെയ്യില്ലേ നമ്മളിപ്പോ ഒരു കല്യാണം ആലോചന വന്നാൽ പോലും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോയി അന്വേഷിച്ച് ചെയ്യുന്നു. ഇത് നടക്കുന്നില്ല ഇവിടെ. ഇപ്പം നമുക്ക് വ്യാപകമായിട്ട് ഇപ്പം വെളിയിലോട്ട് പോകുന്ന പിന്നെ ബാംഗ്ലൂരിലോ ഇവിടെയൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ മുഴുവൻ 90% എന്ന് പറഞ്ഞ പോലെ ഏജൻസാണ്. 90% ഏജൻസ്. അതിനകത്ത് ഈ ഏജൻസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ പള്ളിയിലെ അച്ഛന്മാരുണ്ട്, അമ്പലത്തിലെ ആൾക്കാരുണ്ട്, പിന്നെ എന്താ പറയുക, ഉസ്താദന്മാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അല്ല, ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ രാജ, ഈ കേരളത്തിൽ ഒരു ബിടെക് അല്ലെങ്കിൽ ഒരു BA അല്ലെങ്കിൽ ഒരു BSc കോഴ്സ് പഠിച്ച് ജയിക്കുന്നതിനേക്കാൾ ഈസിയാണോ പുറത്തു പോകുന്നത്? ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളം വളരെ പിന്നിലാണ് ഈ ഓട്ടോണമസ് കോളേജുകളിലേക്ക് വരാൻ. ഓട്ടോണമസ് കോളേജുകൾ ഉള്ള തമിഴ്നാടും ആന്ധ്രയും കർണാടകയും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പരീക്ഷകൾ വേണേൽ എക്സ്ട്രാ നടത്താം, അങ്ങനെ പറ്റുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ചിലപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് പാസ്സായിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം കേരളത്തിലെ അവസ്ഥയിൽ ഇപ്പം നമുക്ക് പുതിയ ഗവൺമെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റുകൾ പ്രൊആക്റ്റീവായിട്ട് ഇന്ന് കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് കുട്ടികൾ കേരളം വിട്ടു പോകുന്നു എന്നുള്ളതിനെപ്പറ്റി ഗവൺമെൻറ് പഠിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്കും പുതിയ വിദ്യാഭ്യാസ മന്ത്രിക്കും ഒക്കെ അതിനെപ്പറ്റി വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു റീവിസിറ്റ് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് അതിനെപ്പറ്റി ഐഡിയ ഉള്ളവരാണ്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പം അദ്ദേഹം ഒക്കെ അവർ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഷോർട്ട് ടൈം കൊണ്ട് തന്നെ നമ്മുടെ കോളേജുകളിൽ കുട്ടികളെ എത്തിക്കാനും, അതല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിലേക്ക് വെളിയിലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കുട്ടികളെ എത്തിക്കണം. അതെ, തിരിച്ചുകൊണ്ടുവരണം. നമ്മൾ അങ്ങനെയല്ല ചെയ്യണ്ടേ. നമ്മുടെ കുട്ടികൾ ഇത്ര എല്ലായിടത്തും വരട്ടെ, എല്ലായിടത്തും കൊണ്ടുവരണം. ഇനി ലോകം പറ്റിയില്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഇത്രമാത്രം സ്റ്റുഡൻസ് ഉണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ കുട്ടികളെ അവിടെ നിന്നുള്ള കുട്ടികളെ നമ്മുടെ ക്യാമ്പസിൽ കൊണ്ടുവരണം. അങ്ങനെയും മാറ്റം ഉണ്ടാക്കാമല്ലോ. നമുക്ക് ഇത്രയും നല്ല ക്യാമ്പസുകളുണ്ട്, കാലാവസ്ഥയുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്. നമ്മൾ പൊതുവെ ശാന്തമായ ഒരു സംസ്ഥാനമാണ്. നമുക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ട് രീതിയിലും ചെയ്യാം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇപ്പം ഗോവിന്ദൻകുട്ടി പറഞ്ഞു 2,10,000 കുട്ടികൾ ജയിച്ചെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം 2,10,000 കുട്ടികൾ ജയിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം അത് 2,10,000 കുട്ടികളും ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓൾ പ്രൊമോഷൻ നടക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലും 12ലും ഒക്കെ ഓൾ പ്രൊമോഷനാണ്. ആ സംവിധാനങ്ങളൊക്കെ മാറണം. ഈ ക്വാളിറ്റി ഉള്ളവർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം, ഒന്നത്. രണ്ടാമത് അത് സ്കൂൾ ലെവലിൽ തന്നെ തുടങ്ങണം. എങ്കിലേ ഈ സോർട്ടിങ് നടക്കത്തുള്ളൂ, എങ്കിലേ ടെക്നീഷ്യൻ ഉണ്ടാകത്തുള്ളൂ, എങ്കിലേ മറ്റ് കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാർ. നമ്മൾ പറയുന്ന ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയറേക്കാൾ ഇമ്പോർട്ടൻ്റാണ്. അതെ അതെ അതെ, മനസ്സിലല്ലേ? ഒരു ടെക്നീഷ്യൻ, നല്ല ഒരു ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നീഷ്യൻസ് വേണം. ഇല്ലാതെ എങ്ങനെ സൊസൈറ്റി നടക്കുന്ന ജീവിതം മുന്നോട്ട് പോകുന്നത്? ശമ്പളം എന്ന് പറയുന്ന അവർ ചെയ്യുന്ന ജോലിക്ക് ചിലപ്പം ഒരു എഞ്ചിനീയർ ഉണ്ടാക്കുന്നതിനേക്കാൾ പൈസ ചിലപ്പോൾ അവരുണ്ടാക്കും. ചിലപ്പോൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഇലക്ട്രീഷ്യനെ നാട്ടിൽ കിട്ടാനില്ല. അതെ, ഞാൻ പറഞ്ഞ ഇത് ഉണ്ടാകണമെങ്കിൽ അവൻ +2 പാസ്സായി കഴിയുമ്പോൾ അവന് പിന്നെ അടുത്ത എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്ന് സ്കിൽ പഠിക്കാനല്ല, രണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഗൂഗിൾ നോക്കുമ്പോൾ ഇപ്പം 45,000 എഞ്ചിനീയറിംഗ് സീറ്റ്സ് ഉണ്ട്. 45,000 പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഈ 45,000 പേർക്ക് ബിടെക് കിട്ടത്തുള്ളൂ. ഈ 45,000 പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ 45,000 പ്രോജക്റ്റുകളിൽ 4 പ്രോജക്റ്റ് ഒരു വർഷം വെച്ച് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഈ നാട് ലോകത്തെ ഇൻഡസ്ട്രിയൽ ഹബ്ബായിട്ട് മാറും. നടക്കുന്നില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ, എൻ്റെ മോൻ ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ്, ബിടെക് ഫസ്റ്റ് റാങ്ക് ആണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ +2 കഴിയുന്ന കുട്ടികൾക്ക് ജോലി, തൊഴിൽ, ഭാവി എന്നതിനപ്പുറത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ തലം ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലത്തല്ലേ നമ്മൾ? വളരെയധികമായിട്ട് ഇൻഡസ്ട്രിയൽ ഇൻട്രാക്ഷൻ ഇല്ലാത്ത ഒരു 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 വിദ്യാഭ്യാസം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇൻട്രാക്ഷനുള്ള ഒരേ ഒരു വിദ്യാഭ്യാസം ഇന്ന് കേരളത്തിൽ നടക്കുന്നത്
മെഡിക്കൽ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. പഠനത്തുറപ്പാ ജോലിയും ചെയ്യുന്നുണ്ട്. പഠിച്ചുകൊണ്ടാണ്, ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്, അല്ലെ റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. അത് മെഡിക്കൽ ഡോക്ടേഴ്സും നേഴ്സസും മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ ആയിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോക്രാറ്റ്സുകളായിട്ടുള്ള ആൾക്കാർ അവരെ പഠിപ്പിക്കുന്നത്. ആരാ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്ന അവിടുത്തെ ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെമിനാറും വരെ അറ്റൻഡ് ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പഠിപ്പിക്കുന്നത്. ആ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. ഞാൻ അതിപ്പോൾ ഇൻഡസ്ട്രി ആവുകൊണ്ടാണ് സർവീസ് സെക്ടർ ഒന്ന് മാറി ഞാൻ പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ അപ്ഡേറ്റഡ് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ബാക്കി ഒരിടത്തും ഇതില്ല. മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരുത്തിന് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടണം, സിവിൽ പഠിക്കുന്നവന് കിട്ടണം, ഇലക്ട്രിക്കൽ പഠിക്കുന്നവന് കിട്ടണം. ഇത് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അപ്പം നമ്മളെ വിസാറ്റിൽ ഞങ്ങൾ ഈ അടുത്ത വർഷം മുതൽ ഞങ്ങൾ ഇട്ടേക്കുന്ന ഒരു അപ്രോച്ച് തന്നെ അതാണ്. ഇൻഡസ്ട്രിയുമായിട്ട് ഒരു എഗ്രിമെൻസുകൾ ഉണ്ടായിക്കൊണ്ട് കുട്ടികൾക്ക് പോകാനും കുട്ടികൾക്ക് സ്റ്റാഫിന് പോകാനും നമ്മുടെ ട്യൂട്ടേഴ്സിന് പോകാനും ഇവർക്കും ഇൻഡസ്ട്രിയൽ ഇൻട്രാക്ഷൻ ഉണ്ടാകാനും പറ്റുന്ന രീതിയിലൊരു മെക്കാനിസത്തിലേക്ക് നമ്മൾ മാറുവാണ്. അത് ആ ഒരു ഞങ്ങളുടെ വളരെ നല്ലൊരു ക്യാമ്പസാണ്. ആയിരിക്കുന്ന ലൊക്കേഷൻ വളരെ സ്വച്ഛമായ ഒരു പ്ലേസാണ്. ക്യാമ്പസ് ഉണ്ട്, മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു സോഷ്യൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. നല്ല ഒരു ടീം ഓഫ് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അവരെ സെൽഫായിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള അവരുടെ പഠിക്കുന്ന മേഖലകളിലാക്കിയെടുക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നമ്മുടെ IDC സെല്ല് പോലുള്ള സെല്ലുകളും മറ്റുള്ള ക്ലബ്ബുകളും ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവരും മിടുക്കരായിട്ടുള്ള എൻജിനീയേഴ്സായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അവരെ കൊണ്ട് ആ ജോലി കൊടുക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാകും. അതാണ് മെയിൻ കാര്യം. ഇപ്പം എൻ്റെ കൂടെ പലരും ജോലി ചെയ്യുന്നുണ്ട്. വിസാറ്റിൽ നിന്ന് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എടുത്ത എൻ്റെ കോളേജിലെ കുറേ കുട്ടികൾ ജോലി ചെയ്യുന്നു. ഞാൻ ശരിക്കും ഹാപ്പിയാണ്. നമ്മളിപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ്. കാരണം അവർക്കൊക്കെ കോമൺ സെൻസും കാര്യങ്ങളും അവരെ പഠിപ്പിക്കാൻ പറ്റും, അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അവർ വളരെ കേപ്പബിളാണ്. അത് ആ ഒരു അറ്റ്മോസ്ഫിയർ ഇമ്പ്രൂവ് ചെയ്യുകയും കുട്ടികൾക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ കോളേജുകൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും അവസരമുണ്ട്. ഓക്കെ, ഇതിപ്പോൾ രാജൻ അത് പറയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു എനിക്കൊന്ന് മലയാളിയുടെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല, നമ്മളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരു വലിയ ധാരണയായിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു BTech സർട്ടിഫിക്കറ്റ് നമുക്കൊരു വലിയ അസറ്റായിക്കൊണ്ട് നടക്കുന്നത്. ലോകത്ത് കഴിവുള്ളവന് സർട്ടിഫിക്കറ്റ് ആരും ചോദിക്കില്ല എന്നുള്ളൊരു ആവശ്യമില്ല. പിന്നെ പണ്ട് ഇപ്പം എനിക്കൊന്ന് രായ്ച്ചാൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ അതിനും അടുത്ത നിങ്ങളുടെ തൊട്ട് മുൻപത്തെ ജനറേഷനിൽ കേരളത്തിൽ 7 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ നാട്ടിൽ അവന് വേണ്ടി പെണ്ണ് മാറ്റി വയ്ക്കുമായിരുന്നു. അവിടെ നിന്ന് ഒരു വർഷം കേരളത്തിൽ മാത്രം 45,000 സീറ്റുകളിലേക്ക് എത്തി. ഇവിടെ തൊഴിലധിഷ്ഠിതം എന്ന വാക്ക് പൂർണ്ണമായും നിലവിൽ വരേണ്ടിയിരിക്കുന്നു. അതായത് BTech കഴിഞ്ഞിറങ്ങിയാൽ, ഇപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങിയാൽ അവന് പുതിയ കാറ് ഡിസൈൻ ചെയ്യുന്നത് മുതൽ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ വരെ കേപ്പബിളായി അവൻ മാറേണ്ടിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന ഒരാൾ ഒരു വലിയ സ്റ്റേഡിയം വയർ ചെയ്യാൻ മുതൽ, ഒരു വീടിൻ്റെ വയറിംഗ് സർട്ടിഫിക്കറ്റ് മുതൽ, ഒരു വീടിൻ്റെ സ്വിച്ച് ഇടുന്നിടം വരെ അവൻ പ്രാപ്തനാകേണ്ടിയിരിക്കുന്നു. ഇതേപോലെ എല്ലാ സെഗ്മെൻറ്റിലും. ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അത്യാവശ്യം കൊണ്ടൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ശതമാനം 2-3%. അവർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, അവരെ നോക്കിയിരിക്കുകയാണ്. അവരൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ഓഫർ കൊടുത്ത് അടുത്ത സ്ഥാപനം കൊണ്ടുപോവാണ്, അവന് ഗൂഗിൾ കൊണ്ടുപോവാണ്. കഴിഞ്ഞ ദിവസം ഒരാളെ മീറ്റ് ചെയ്തപ്പോൾ അയാൾ ഫേസ്ബുക്കിലായിരുന്നു, അയാൾ ഗൂഗിളിലേക്ക് എത്തി, എഞ്ചിനീയറാണ്. അയാളുടെ സാലറി 40 ലക്ഷം രൂപയാണ് ഒരു മാസം. അത് കുറവാണ്. ഇങ്ങനൊരു തലം നിലവിൽ നിൽക്കുന്നത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കാതെ, നമ്മുടെ കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ അഭിമാനത്തിൽ കടിച്ചു തൂങ്ങുന്നത് എങ്ങനെ നമുക്ക് അതിന് പല പല കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം പേരൻറ്റിങ് തൊട്ട് പ്രശ്നമാണ്. നമ്മൾ ഇന്നലെ രാത്രിയിലും ഞാൻ വീട്ടിൽ കോമ്പൗണ്ടിലൂടെ നടക്കുമ്പോൾ നമ്മുടെ നെയ്ബറെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ പാമ്പറിങ്, നമ്മൾ പേരൻറ്റിങ് വീട്ടിൽ കുട്ടികളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല.
ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്, മറ്റുള്ളവരുടെ കാര്യമായിട്ട് പറയുകയല്ല. ഓക്കെ, മക്കളെ വളർത്തുമ്പോൾ അവരെ കൊണ്ട് നമ്മളൊരു ജോലിയും ചെയ്യിക്കാൻ തയ്യാറില്ല. 1 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സാകുന്ന ഒരു കൊച്ചിനെ കൊണ്ട് അവിടെ കിടക്കുന്ന ഒരു പേപ്പർ നമ്മൾ കിടക്കുന്ന അതെടുത്ത് അത് വേസ്റ്റിലിടാൻ പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങിയാൽ അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ ഒരമ്മ പറഞ്ഞ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല ചെയ്യിക്കാം. അമ്മയാണ് ആദ്യത്തെ ടീച്ചർ. അമ്മയ്ക്ക് എന്തും ചെയ്യിക്കാം കൊച്ചിനെ കൊണ്ട്. കഴിക്കുന്ന പാത്രം കഴുകിച്ച് വെച്ച് കഴിക്കുന്ന പാത്രം ക്ലീൻ ചെയ്യിക്കാം, തൊട്ട് എന്തൊക്കെ ചെയ്യിക്കാം എല്ലാം ചെയ്യിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക്, ഇപ്പം പുതിയ ജെൻസി ജനറേഷനിലുള്ള പിള്ളേരിലെ എത്ര പേർക്ക് സ്ക്രൂ ഡ്രൈവർ പിടിക്കാൻ പറ്റും നമുക്കറിയില്ല. ഒരു നട്ട് മാറ്റിയിടാനൊരു ഇതൊക്കെ കുട്ടികൾ 5 വയസ്സിലും 7 വയസ്സിലും 8 വയസ്സിലും അവർക്ക് അതിനാണ് ഈ മാറുന്ന സാഹചര്യത്തിൽ ഒത്തിരി ഈ കളിക്കോപ്പുകൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന കാറും ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന മെക്കാനിസമൊക്കെ ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഇവരിതെല്ലാം ഉണ്ടാക്കിയത് കുട്ടികളിൽ ആ ഒരു വാസനയും ഭാവനയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതെങ്ങനെയാണ് ഒരു 100 പീസായിട്ട് കിട്ടുന്ന ഒരു സാധനത്തിനെ അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു ടാലൻ്റാണ്. അത് അപ്പനും അമ്മ ഇരുന്ന് ചെയ്ത് കൊടുക്കാനുള്ളതല്ല, കൊച്ചു ചെയ്യണം. ആ കൂടെ തന്നെ അവൻ്റെ കാലയിൽ മണ്ണ് പറ്റിയോ കയ്യിൽ ഗ്രീസ് പറ്റിയോ അല്ല അഴുക്ക് പറ്റിയോ അവന് ആ വാസന ഉള്ളവനാണ് അവന് ചെറിയ സൈക്കിൾ മേടിച്ചു കൊടുത്ത് അത് അസംബിൾ ചെയ്യിച്ചാൽ, അല്ലെ അത് അഴിച്ചിട്ട് അവൻ അത് ഫിറ്റ് ചെയ്താൽ, അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്ന ഒരു കാർ ഡിസൈൻ ചെയ്യുന്ന ഒരാളുണ്ടാകുന്നത്. അതെ, പറഞ്ഞു മനസ്സിലാവും. ഒരു ദിവസം കൊണ്ടല്ല. അതായത് കുഞ്ഞുനാളിൽ വേറൊരു റിവേഴ്സ് കാര്യങ്ങളുണ്ട്. കുഞ്ഞുനാളിൽ ഒരു ചെറിയ കാറ് എന്തെങ്കിലും സാധനം വെച്ച് വരച്ചൊക്കെ ഉണ്ടാക്കുന്ന കുട്ടി വളരുമ്പോൾ അത്രയും പോലും ശ്രമിക്കുന്നില്ല. അതെ, പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ ടാലൻ്റ് ഉണ്ടെങ്കിൽ അവനെ ആ രീതിയിൽ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പം മറ്റേ മാത്സ് പഠിപ്പിക്കാനൊക്കെ ഒത്തിരി സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലേ. നമ്മൾക്ക് അതിനുള്ള ഒത്തിരി മെക്കാനിസംസ് ഉണ്ട്, ഒത്തിരി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെറ്റപ്സ് ഉണ്ട്. എല്ലാവർക്കും മാത്സ് പഠിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ടാലൻ്റ് ഉണ്ട്, പക്ഷെ മൾട്ടിപ്പിൾ വേയിലാണ്. ആ വഴിക്ക് പോകണം. അതിപ്പോൾ അതിൽ എന്തിലാണ്, അതായത് പറഞ്ഞത്, ഞാൻ തുടക്കത്തിൽ ഒരു സമയത്ത് പറഞ്ഞതുപോലെ ഒരാൾക്ക് എന്താണ് അവൻ്റെ ടാലൻ്റ്. 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ 40 കുട്ടികളുടെ ടാലൻ്റ് അസസ് ചെയ്ത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പം 12th കഴിഞ്ഞ് പോകുമ്പോൾ അവരെല്ലാവരും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ പോകണം. ഒന്നും കിട്ടാതെ വരുമ്പം ബികോം എടുത്തുകൊണ്ടിരുന്ന കാലത്ത് നിന്നാണ് നമ്മൾ വന്നത്. മനസ്സിലല്ലേ? ഒന്നും കിട്ടിയില്ല. 4th ഗ്രൂപ്പ് എടുക്കുന്നത് തന്നെ ഒന്നും കിട്ടാത്തവനാണ്. അത് കഴിഞ്ഞ് ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് BSc ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ പോയി ബികോം എടുക്കുന്നത്. അപ്പം അങ്ങനെ പോയി പഠിച്ച് വന്ന കാലത്ത് തന്നെ നമ്മളിപ്പോഴും നിൽക്കുക. അതിൽ നിന്ന് ആ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉണ്ടാകണം, പേരൻറ്റിങ്ങിന് മാറ്റം ഉണ്ടാകണം. പേരൻറ്റിങ് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ തുടക്കത്തിൽ രാജൻ പറഞ്ഞൊരു കാര്യം, രാജാൻ്റെ മക്കൾ പുറത്ത് പഠിച്ചു. ഒരു പക്ഷേ നിങ്ങൾ പുറത്തായിരുന്നു, വർഷങ്ങളോളം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത, ബിസിനസ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അഭിമാനമാണോ ദുരഭിമാനമാണോ എന്നെനിക്കറിയില്ല, കുട്ടികളെ ഫോറിൻ രാജ്യത്ത് വിട്ട് പഠിപ്പിക്കുക. അതെ, ഞാൻ എൻ്റെ PG പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ തന്നെ തിരിച്ചിവിടെ വരണം എന്ന ആഗ്രഹത്തിൽ പോയി തിരിച്ചു വന്ന ഒരാളാണ്. അമേരിക്കയിൽ പോയി തിരിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങളിലൊന്ന്, എന്താ തിരിച്ചു വന്നത്? ഞാനപ്പോൾ ചിരിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത് പലരോടും മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു മണ്ടനായി കണ്ട ഒരുപാട് പേരുണ്ട്. ഞാൻ മണ്ടനായി ജീവിക്കാൻ ആയിക്കോട്ടെ, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ 90% കുട്ടികൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ഇവർ പഠിക്കാൻ പോകുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ ഒരു മൈഗ്രൻ്റ് സ്വപ്നമാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ GK അവിടെ വേറൊരു കാര്യം കൂടി ഇല്ലേ, അവരെന്തിനു തിരിച്ചു വരണം? അതായത് അവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ് 35,000 രൂപയുടെ ജോലി കിട്ടത്തുള്ളൂ. അവിടെ ആകുമ്പോൾ എനിക്ക് ജോലിയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം, ഇതിനിരട്ടി കാശ് അവിടെ ഉണ്ടാക്കാന്നാണ് അവർ പറയുന്നത്. അതൊരു അവിടെയാണ് രാജ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചോട്ടെ. അമേരിക്കയിൽ $5,000 ശമ്പളം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇവിടെ എല്ലാവരും പറയും $5,000 ഏകദേശം 4.25 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ, അല്ലെ ഇന്നത്തെ ഡോളർ റേറ്റ് 5 ലക്ഷം രൂപ ശമ്പളം എന്ന് കേൾക്കുമ്പം നമ്മൾ ഞെട്ടിപ്പോവാണ്. വീണ മനസ്സിലാക്കേണ്ട കാര്യം, ആവറേജ് 45% മുതൽ 50% ടാക്സാണ്.
ആദ്യത്തെ പണി അവിടെ കഴിഞ്ഞു. 2, 8 രൂപ കൊടുത്ത് 10 രൂപ കൊടുത്ത് 15 രൂപ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകാവുന്ന അമേരിക്കയിലോ യൂറോപ്പിലോ രാവിലെ നിങ്ങൾക്ക് സ്വന്തം കാർ ഓടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ അഭിമാനത്തോടുകൂടി പറയും സ്വന്തം കാർ ഓടിച്ച് പോകും എന്നുള്ളത്. സ്വന്തം കാർ ഓടിച്ചല്ലാതെ പോകാനുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അവിടെ ഇല്ല. ചെലവ് എവിടെയാണ്? വീടിൻ്റെ വാടക എവിടെയാണ് ചെലവ്? നിങ്ങൾ 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആൾക്ക് നിങ്ങളൊരു ബർഗറിന് $4 കൊടുക്കണം ചങ്ങാതി. 400 രൂപ നിങ്ങൾ ബർഗറിന് കൊടുക്കണം. നിങ്ങളൊരു ചായക്ക് $3 കൊടുക്കണം. നിങ്ങളുടെ വരുമാനം മാത്രം ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിലവ് കൂടി ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ചിന്തിക്കണം. അപ്പം ഈ ഒരു മൂഢസ്വർഗത്തിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നതിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവാം, പക്ഷേ ഡിസഡ്വാൻറ്റേജ് കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം കമ്പാരിസൺ എപ്പോഴും വാട്ട് വി ഓൺ എന്നുള്ളതാണ്. ഇവിടെ എന്തുണ്ട് അല്ലേ, അവിടെ എന്തുണ്ട് എന്നുള്ളതാണല്ലോ കമ്പാരിസൺ. പക്ഷേ ഇന്നത്തെ കുട്ടികൾ ആരും കാണാത്ത അവർ ഓടുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഏക്കർ കണക്കിന് സ്ഥലവും സ്വന്തം വീടും മറ്റേത് വണ്ടിയും കിടക്കുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും. അല്ലെങ്കിൽ ഏക്കർ കണക്കിനില്ലെങ്കിലും ഈ പറഞ്ഞ സ്വന്തം വീടും വണ്ടിയും ജീവിത സാഹചര്യങ്ങളും പേരൻസിനെ നോക്കണ്ട അല്ലെ അങ്ങനെയൊക്കെ ഉള്ള അത്യാവശ്യം വിട്ടുപോയൊരു കാര്യമുണ്ട്, ഒരു ലെഗസി കിടപ്പുണ്ട് അപ്പൻ. അതെ 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 അതുകൊണ്ട് അപ്പം ഇതെല്ലാം വിട്ടിട്ടാണ് നമ്മൾ ഈ മൈഗ്രേഷൻ പോകുന്നത്. അപ്പോൾ ഇവൻ പോയി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവൻ്റെ ആ പറഞ്ഞ ലെഗസി എന്ന് പറയുന്ന സാധനം തീർന്നു. നമ്മുടെ കുടുംബ പേര് നമ്മളിവിടെ വലിയ അഭിമാനത്തോടെ പറയുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പാമ്പാടിയിൽ ഇന്നടത്ത് ഇന്ന കുടുംബത്തിൽ ഇന്നയാളുടെ മകനെന്നാണ് പറയുന്നത്. ആ ലെഗസി പോയി. ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന കാര്യം മെച്ചമാണ്. കാരണം നല്ല വഴികളുണ്ട്, അല്ല ഫുഡിൻ്റെ ക്വാളിറ്റിയുണ്ട്, പിള്ളേർക്ക് നമ്മൾ ടാക്സ് കൊടുത്താലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, പ്ലസ് ഉണ്ട്. മൈനസ് എന്ന് പറയുന്നത് ഇപ്പം ഒരാൾ പോയാൽ അവൻ്റെ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം അറുത്തു പോവാം. ആ സമൂഹത്തിൽ പോയി അവൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ പലതാണ്. ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ സ്വന്തം നാട്ടിൽ ഒരുത്തൻ പഠിച്ചാലത്തെ ഗുണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഒരു 10 ഫ്രണ്ട്സെങ്കിലും കാണും. ഒരാളെ കൊണ്ടെങ്കിലും എനിക്ക് നല്ലൊരു അഡ്വൈസ് കിട്ടും. ഞാൻ പറഞ്ഞ സാമ്പത്തികമായ സപ്പോർട്ടല്ല പറയുന്നത്, നല്ല ഒരു അഡ്വൈസ് കിട്ടും. ഇതില്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പരാജയപ്പെടും. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ ഒരു സുഖവും സന്തോഷവും ആ ഒരു സോഷ്യൽ ലൈഫും അത് വളരെ വലുതാണ്. അത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രായത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് നമ്മുടെ ഡിഗ്രി വിദ്യാഭ്യാസം, ഗ്രാജുവേഷൻ്റെ കാലം. ആ ഒരു 3 വർഷമാകുമ്പോൾ നമ്മളെപ്പോഴും ഒരു മച്ചുവേർഡ്, ഒരു ഇച്ചിരി എന്താ പറയുക ടീനേജിൻ്റെ തന്നെ ഒരു അവസാന കാലമാണ്. അന്നേരം ഉണ്ടാകുന്ന ബന്ധങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ എപ്പോഴും ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധങ്ങളാണ്. അപ്പോൾ ആ ബന്ധങ്ങൾ ഉണ്ടാകുന്ന അവസരം പറ്റുമെന്നുണ്ടെങ്കിൽ നാട്ടിലാകുന്നതാണ് നല്ലതെന്നാണ് ഞാൻ മക്കളെ വളർത്തിയ ശേഷവും കൂടി എനിക്ക് തോന്നിയ കാര്യം. കാരണം അവർക്കും അത് മിസ്സിങ് ആണോ എന്ന് എനിക്ക് ചിലപ്പം തോന്നും. അതെ അതെ, അത് ഭയങ്കര വെയിറ്റ് ഉള്ളൊരു കാര്യമാണ്. മറ്റേത് ഭയങ്കര പെരിഫറലാണ്. ഇപ്പം ഞാൻ തന്നെ US പഠിക്കാൻ പോയ കോളേജിൽ, ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിൽ മെൻഹാട്ടനിൽ സിറ്റിക്കകത്തുള്ള കോളേജാണ്. കാണുമ്പോൾ ഭയങ്കര ഭംഗിയൊക്കെയാണ്, താഴോട്ട് നോക്കുമ്പോൾ ഭംഗിയാണ്, കാണുന്ന ആൾക്കാർ ഭംഗിയാണ്, പെരുമാറ്റം വളരെ മര്യാദയാണ്. പക്ഷേ ക്ലാസ് മുറിക്ക് പുറത്തേക്ക് അവിടെ ജീവിതമില്ല. ഇവിടെ അങ്ങനെയല്ല. പന്തളം NSS കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്ലാസ് മുറിക്ക് അകത്താ ജീവിതമില്ല. നമ്മൾ എന്ത് രസമായിട്ട് ആ കാലഘട്ടം കടന്നുപോയ. മറ്റൊരു കാര്യം കൂടെ രാജ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടറെ കൂടുതൽ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാവും, ഒരു എൻജിനീയറെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കാൻ തയ്യാറാവും. എന്നാൽ ഈ നമ്മുടെ നാട്ടിലെ ഒരു മജിസ്ട്രേറ്റിനെ കൂടുതൽ നമ്മൾ ബഹുമാനിക്കാൻ തയ്യാറാവും. എന്നാൽ ബഹുമാനം എല്ലാ പ്രൊഫഷനും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറമ്പ് കിളയ്ക്കുന്ന ഒരാൾക്കും ആ കിളയ്ക്കുന്നതിനൊരു ടാലൻ്റ് ഉണ്ടെന്ന് കാണാൻ നമ്മൾ തയ്യാറാവും. തെങ്ങ് കയറുന്ന ആൾക്കൊരു ടാലൻ്റ് ഉണ്ടെന്ന് തയ്യാറാണ്. വീട്ടിൽ അടുക്കളപ്പണിക്ക് വരുന്ന ഒരാളുടെ യുക്തി
എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കാണാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ വീട് തൂക്കാൻ വരുന്ന ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ തൂക്കാതെ മാറി നിൽക്കുമ്പോഴോ നമ്മൾ തൂക്കുമ്പോഴോ ആ ജോലിയുടെ യുക്തിബോധത്തെപ്പറ്റി നമ്മുടെ തലമുറ തയ്യാറല്ല. ഒരു മെക്കാനിക്ക്, ഒരു ബൈക്ക് നന്നാക്കുന്ന മെക്കാനിക്ക്, അവനെ നമ്മൾ കാണുന്നത് ദേഹത്തൊക്കെ കരിയൊക്കെ പിടിച്ചിരിക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ അവൻ അതിൻ്റെ മിസ്റ്റേക്ക് കണ്ടെത്തി ആ ബൈക്കിനെ നന്നാക്കാനുള്ള അവൻ്റെ ടാലൻറ്റിനെ നമ്മൾ അക്നോളജ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഷോറൂമിൽ ചെന്ന ബൈക്ക് വിൽക്കാൻ നിൽക്കുന്നത് നല്ല ജോലിയായി. അല്ലാതെ ഇതെങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും? ഇത് നമ്മുടെ ഒരു നമുക്ക് നമ്മുടെ സമൂഹം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എനിക്ക് തോന്നുന്നു ലോകത്തുള്ളതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് ഇന്ത്യ. നമ്മൾ പണ്ട് ചാതുർവർണ്ണീയ വ്യവസ്ഥയെ ഉണ്ടാക്കി വെച്ചു അല്ലേ? നമ്മൾ ആ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്നും മോചിതരായിട്ടില്ല. നമ്മൾ മോചിതരാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല പേഴ്സണലി. ഈ പറഞ്ഞ വർക്കിനോടുള്ള നമ്മുടെ റെസ്പെക്റ്റ് കുറവെല്ലാം നമ്മൾ അവിടുന്ന് വന്നതാണ്. നമ്മൾ അന്നത്തെ വ്യവസ്ഥയിലും കാണുന്നത് പറമ്പിൽ പണി ചെയ്യാൻ വരുന്നവൻ ഏറ്റവും മോശക്കാരനായിട്ടാണ് അല്ലേ? നമുക്ക് നല്ല ആഹാരം ഉണ്ടാക്കി തരുന്ന കൃഷിക്കാരൻ, അവനെ ബഹുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ ബഹുമാനിക്കുന്നത്? അത് ചെറിയ ജോലിയാണോ? അതല്ല. നമുക്ക് ഞാൻ വീട്ടിൽ മക്കളോട് കുറച്ച് നാൾ മുമ്പൊക്കെ വരെ പറയും, ഇപ്പോഴല്ലേ കുറേ മുമ്പൊക്കെ പറയും, ഈ പിന്നെ ഹോം ഡെലിവറിക്ക് വീട്ടിൽ വരുന്നവൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ല ഇതൊന്നും. മനസ്സിലായില്ലേ? ഇതൊന്നും അവൻ്റെ അല്ല. ഇത് എവിടെയോ ഉണ്ടായ അരിയോ ഗോതമ്പോ ആരൊക്കെ ഉണ്ടാക്കി, അതാരൊക്കെയോ മേടിച്ച്, ആരൊക്കെയോ ട്രാൻസ്പോർട്ട് ചെയ്ത്, എവിടെയൊക്കെയോ വന്ന് പൊടിച്ച്, ഇതിൻ്റെ പിന്നിലൊരു വലിയ പ്രോസസ്സുണ്ട്. ഒരു ബർഗർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മളാരും അറിയുന്നില്ല. നമുക്ക് വീട്ടിൽ നിന്ന് കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാക്കാരൻ സാധനം കൊണ്ടുവരും, അല്ലെ പിന്നെ മറ്റവൻ ബർഗർ കൊണ്ടുതരും. ഇത് കാണുന്നുള്ളൂ. ഇത് നമ്മുടെ പ്രശ്നം ഇപ്പം നമ്മളെ നല്ല മിടുക്കനാക്കി നമ്മൾ പോയിട്ട് വളരെ ഷാബി ആയിട്ടിരിക്കും പോയൊരു പിന്നെ സലൂണിൽ കയറിയിരുന്ന് അവൻ നമ്മളെ ചുറ്റി മിനുക്കി നല്ല മിടുക്കനാക്കി പൗഡറൊക്കെ ഇട്ട് തരുന്ന അവൻ നമുക്ക് ബാർബറാണ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ആ കാറ്റഗറൈസേഷൻ ചെയ്തു, അവിടെയാണ് നമുക്ക് പ്രശ്നമായിപ്പോയി. ആ കാറ്റഗറൈസേഷൻ ആ ജോലി കാറ്റഗറൈസ് ചെയ്തതിൽ നിന്ന് നമ്മൾ വെളിയിൽ വരണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇതിനൊക്കെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയാലോ. ഇതിനൊക്കെ ഇപ്പം ഞാൻ ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞത്, നമ്മുടെ അവിടെ നിന്നപ്പം ഞാൻ സംസാരിച്ചതാണ്. എൻ്റെ മുടി ഞാൻ സ്ഥിരമായിട്ട് വിടുന്ന പമ്പാടിയിലെ ബാർബർ ഷോപ്പിൽ ഒരു നോർത്ത് ഇന്ത്യൻ പയ്യൻ പണിക്ക് നിൽക്കുന്നവന് 1200 1300 രൂപ അവന് കൂലിയുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ അതിൽ കൂടുതലായിരിക്കും. ഞാൻ പറയുന്നത് ഒരു 5-6 വർഷം മുമ്പത്തെ കാര്യം. അതിൽ കൂടുതലുണ്ടാവും. അപ്പം ആ പയ്യൻ എന്നോട് പറഞ്ഞു, നല്ല കൊല്ലത്തിൻ്റെ കൊച്ചു ചെറുക്കനാണ്. അവൻ പറഞ്ഞു 90 രൂപ മതി ഒരു ദിവസത്തെ ചിലവിന്. അവന് ഇതൊക്കെ കഴിച്ച് 90 രൂപ മതി. ബാക്കി മുഴുവൻ അവൻ വൈകുന്നേരം ബാങ്കിലിടും. അവൻ ഇന്ത്യക്കാരനാണ്. അവന് പാമ്പാടി SBI ഇട്ടാലും അവൻ്റെ അക്കൗണ്ട് സെയിമാണ്. ബംഗാളിലോ ആസാമിലോ അവന് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഗൾഫിൽ കിടക്കുന്നവൻ അയക്കുന്നവരെ അയക്കേണ്ട കാര്യമില്ല. അവന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അവൻ ഇവിടെ കൊണ്ട് പൈസ ഇടാം. ഇവിടെ 1200 രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണി ചെയ്യണമെങ്കിൽ എന്തുമാത്രം പാടുണ്ട് ഇല്ലേ? അതെ. എത്രയധികം തൊഴിലവസരങ്ങളുള്ളൊരു ഫീൽഡാണ്. നമ്മളവിടെ അത് കാറ്റഗറൈ വെച്ചിട്ട് ബാർബറുടെ പണിയായിട്ട് മാറി. എല്ലാവർക്കും ചെയ്യാവുന്ന പണിയാണ്. അതെ. പെണ്ണുങ്ങൾ ബ്യൂട്ടി പാർലർ ഇടുമ്പം ഈ കാറ്റഗറി ഇല്ല. എല്ലാവരും ബ്യൂട്ടി പാർലർ ഇടുന്നുണ്ട് ഇല്ലേ? എല്ലാവരും ഉണ്ട്. ഒക്കെ ആർക്കും അതിന് വകതിരിവില്ല. പല വലിയ സമ്പന്നരുടെയും ഭാര്യമാർക്കുണ്ട്. പക്ഷെ മറിച്ച് മറ്റു ജോലിക്ക് വരുന്നില്ല. അപ്പം അവിടെ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഹോട്ടലിൽ ഇപ്പം കൊച്ചിയിലുള്ള മെറിഡിയൻ തൊട്ട് അല്ലെങ്കിൽ അങ്ങ് ഹയാത്ത് വരെയുള്ള മാരിയോട്ട് വരെയുള്ള ഹോട്ടലുകളിൽ പോയി ഇതിൻ്റെ എല്ലാ റിസപ്ഷനിലും നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള പിള്ളേരെ കാണാം ഇല്ലേ? ഇപ്പില്ലേ? എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുകയില്ലാഞ്ഞിട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഹോട്ടലിൽ അല്ലെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ എന്തിന് നമ്മുടെ നമ്മൾ പറയും ഹെൽത്ത് സ്പാ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കാണും. എന്ത് വലിയൊരു ഇൻഡസ്ട്രിയാണെന്നറിയാം. ഈ ലോകം മുഴുവൻ ഒരു നേഴ്സിംഗ് പ്രൊഫഷൻ പോലെ തന്നെ ഉള്ളൊരു പ്രൊഫഷനാണ്. അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലെ തന്നെ ഉള്ളൊരു പ്രൊഫഷനാണ്. ഇതിനേക്കാളെല്ലാം വരുമാനമുണ്ട്. വരുമാനമുണ്ട്. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം,
ഒരു നല്ല കാർപ്പൻ്ററുടെ ശമ്പളം ആവറേജ് എങ്ങനെ കണക്കൂട്ടിയാലും 50,000 രൂപ വരും. എന്തുകൊണ്ട് കൂടുതൽ ആൾക്കാർ കാർപ്പൻട്രി പണിയിലേക്ക് പോകുന്നില്ല? ഒരു പ്ലംബറുടെ ശമ്പളം അതിനേക്കാൾ കൂടുതൽ വരും, ഇലക്ട്രീഷ്യൻ്റെ ശമ്പളം അതിനേക്കാൾ കൂടുതൽ വരും. ഇത് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് രാജൻ പറഞ്ഞതുപോലെ പണ്ട് മുതലേ ജോലിക്ക് നൽകേണ്ട ബഹുമാനം ജോലി ചെയ്തവരും പുറത്തുള്ളവരും കൊടുക്കുന്നില്ല. എവിടെയാ പ്രശ്നം? രാജു സാർ, GK, എനിക്ക് ഒരു ആളെ അറിയാം, ഒരു വെസ്റ്റ് ബംഗാളുകാരിയാണ്. അപ്പോൾ ഒരു സൈക്കിളിലാണ് ഈ കൊച്ചിയിൽ പോകുന്നത്, വീടുകളിൽ പോയിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ലേഡിയാണ്. അപ്പോൾ അവരുടെ ഒരു ഫാമിലി പശ്ചാത്തലം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ മോൻ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും പഠിക്കണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിക്കണം, ഇവിടുത്തെ ഒരു കുട്ടി പറഞ്ഞ ആളുടെ സ്ഥിതിയും കൂടി ആലോചിക്കണം. അപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഇനി പഠിക്കാൻ തോന്നുന്നില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളാണെങ്കിൽ വഴിപാടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവനെ 2-3 ദിവസം വെറുതെ വിട്ടതിന് ശേഷം ഇവർ ചോദിച്ചു, ശരി നീ പഠിക്കണ്ട, അതെൻ്റെ ഇഷ്ടം, നിനക്ക് എന്താവണം, വെറുതെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിസ്റ്റായി മാറണം എന്ന് ആ പയ്യൻ പറഞ്ഞു. അതും കുറച്ച് ദിവസം കൂടി അവൻ വെറുതെ വിട്ടു കൊച്ചിനെ. അവൻ അടിച്ചു. അപ്പോൾ അവൻ വിചാരിച്ചു അമ്മ എന്തായാലും മനസ്സിലായി, ഫ്രണ്ട്സിനോട് അടിച്ചു വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിയുമ്പോൾ ഇവർ പിടിച്ചിട്ട് പറയാണ്, ഓക്കെ നാളെ മുതൽ നീ ഹെയർ സ്റ്റൈലിസ്റ്റ് ആവാൻ പോവാണ്, ഞാനിവിടെ ഒരു സലൂണിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി പണി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവനെ കൊണ്ടാക്കി. വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു അമ്മയുടെ യുക്തി. ബംഗാളുകാരി. സർ, നമ്മൾ ഒരു വളരെ പേടിപ്പിക്കുന്ന ഒരു വേർഡിലാണ് തുടങ്ങിയത്, ഏജൻസ് അല്ലേ? അപ്പോൾ ഇപ്പൊ GK മെൻഷൻ ചെയ്ത പോലെ +2 റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഒരു പേരന്റ് ഒരു കുട്ടിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് കുട്ടിക്ക് വേണ്ടി തന്നെ ചെയ്യുമ്പോഴും അവർ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എല്ലാ നമ്പേഴ്സ് ആണല്ലോ, ഒരു 5 കാര്യങ്ങൾ അത് അവശ്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു 5 കാര്യങ്ങൾ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ഈവൻ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ്. അതെ, ആദ്യത്തെ കാര്യം ആ വ്യക്തിയുടെ ടാലൻറ്റ്, എനിക്ക് എന്ത് കാര്യത്തിനാണ് ഞാൻ ഫിറ്റാകുന്നത് എന്നുള്ളൊരു സെൽഫ് അസസ്മെൻറ്റ്. അത് ഞാൻ സ്കൂളിൽ +1 അല്ലെ ശരിക്കും പറഞ്ഞാൽ 8ാം ക്ലാസ് അല്ലെ 9ാം ക്ലാസ് തൊട്ട് തുടങ്ങേണ്ട ഒരു പ്രോസസ്സാണ്. നമ്മളങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി അല്ലാത്തത് കൊണ്ട് ഇനി +2 കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ശരിക്കും ഇത് +1 മുമ്പ് വേണം. കാരണം +2 നമ്മൾ സെലക്ട് ചെയ്യും സയൻസ് സ്ട്രീമാണോ ഹ്യൂമാനിറ്റി ആണോ എന്ന്, അല്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് നമ്മൾ തീരുമാനിക്കും, നിനക്ക് മാനേജ്മെൻറ്റിന് പോകണോ, നിനക്ക് BCom പഠിക്കണോ, അല്ലെ ആർട്സ് ആൻഡ് സയൻസ് പഠിക്കണോ, അതല്ലെങ്കിൽ നിനക്ക് എൻജിനീയറിങ്ങിന് പോകണോ, മെഡിക്കൽ ഫീൽഡിന് പോകണോ എന്നുള്ള ഒരു തരം തിരിവ് അവിടെ ചെയ്യും. നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമുക്ക് പിന്നെ ഇതിന് കറക്റ്റീവില്ല. വെളിയിൽ കറക്റ്റീവ് ഉണ്ട്. കറക്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ +2 നിങ്ങൾ മിസ്സായ സബ്ജക്റ്റ് മാത്സും കെമിസ്ട്രിയും ആണെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം പോയി എടുക്കുന്ന ഫൗണ്ടേഷൻ ഇയർ ഉണ്ട്. ഫൗണ്ടേഷൻ ഇയർ 1 ഇയർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻജിനീയറിങ്ങിന് പോകാനോ. അങ്ങനെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. എൻ്റെ 2 മക്കളും ചെയ്തു, അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ മോള് ഡോക്ടറേറ്റിന് പോകാൻ വേണ്ടി പഠിച്ചിട്ട് ഞാൻ ഡിസ്കറേജ് ചെയ്തതുകൊണ്ട് പിന്നെ പോയിട്ട് കോമേഴ്സ് എടുത്തു. ആ പ്രൊഫഷൻ പോയിട്ട് അലച്ചിൽ ഓർത്ത് കഴിഞ്ഞപ്പോൾ വിടാണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടില്ല. മോന് പിന്നെ കൊമേഴ്സ് മതിയെന്നും പറഞ്ഞ് എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ എഞ്ചിനീയറിംഗ് പോകണമെന്ന് പറഞ്ഞാൽ പുള്ളി 1 വർഷം ഫൗണ്ടേഷൻ ഇയർ എടുത്തു. 2 പേരും ഓരോ വർഷം പോയി. പക്ഷേ ദേ ഷിഫ്റ്റഡ് ടു. അപ്പം ആ ഒരു സംവിധാനം നമുക്കില്ല. അപ്പം ടാലൻറ്റ് ബേസ്ഡ് ഒരു സെൽഫ് ഇവാലുവേഷൻ വേണം. വേർ ഐ ഫിറ്റ് ഇൻ ടു, അത് ഫസ്റ്റാണ്. രണ്ടാമത് വേറൊരു കാര്യമുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. മനസ്സിലായില്ല, അത് ഒരു കാര്യമാണ്. അത് ഒക്കെ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ നമുക്ക് വെളിയിൽ പോകണം എന്ന ആഗ്രഹമുള്ളവരാണോ അല്ലയോ എന്നുള്ള കാര്യം. വെളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഈ തീരുമാനം പലപ്പോഴും ഉണ്ടാകുന്നത് ഞാൻ പറയും ഫാസിനേഷനാണ്. അപ്പോൾ പേരൻസിന് ഒരു പരിധി വരെ ഈ ടീനേജിൽ അവരെ സ്വാധീനിക്കണം. അവരുടെ ആ തീരുമാനം, ഇപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത് പോലെ കോളേജ് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം എല്ലാവരും എവിടെയോ പോകുന്നത്, എല്ലാവർക്കും വലിയ വലിയ ക്യാമ്പസുകൾ വേണം, അല്ലേ? വലിയ പിള്ളേർ നോക്കുമ്പം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റിങ്ങുകൾ നടത്തുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം, ആക്ടിവിറ്റീസ് ഉള്ള കോളേജുകളിലെ പിള്ളേർ പോകുള്ളൂ. അത് വേണം, കാരണം ആ പ്രായത്തിൽ അവർക്ക് ആക്ടിവിറ്റീസ് വേണം. അപ്പം അങ്ങനെയുള്ള കോളേജുകൾ അവർക്ക് നോക്കാം. പിന്നെ റിസൾട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കോളേജിൻ്റെ പിന്നെ നാട്ടിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂസ്, രജിസ്റ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ
ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ ഒന്ന് വെബ്സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇന്ന് +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഒരു കുട്ടിക്കും ഇതറിയാൻ വരാത്തവരില്ല. എന്നാലും ഇവർ തേർഡ് പാർട്ടി പറ്റിക്കുന്നുണ്ട്. ഗൈഡൻസിന് പോകുന്നതാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും ഈവൻ നമ്മൾ ചാനലുകളിൽ പോലുമില്ല, ഒരു ചാനലും കവർ ചെയ്യുന്നില്ല. ഇത് വളരെയധികം മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഒരു എഡ്യൂക്കേഷൻ മേഖലയെപ്പറ്റി, ഇതിലുണ്ടാകുന്ന ഈ ചതികളെപ്പറ്റി, നമ്മൾ വെളിയിൽ പോയ പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ പലരും അഡ്രസ്സ് ചെയ്യുന്നത് കാണാം. പക്ഷേ ഇൻസൈഡ് നടക്കുന്ന ഈ കാര്യം ഈവൻ കേരളത്തിൽ ഉള്ള കോളേജുകളിൽ വരെ അഡ്മിഷൻ നടക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും, അല്ലേ? നമുക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നും. സർപ്രൈസിങ് പക്ഷേ അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെൽഫ് അസസ്മെൻ്റ് ആണ്. വേർ ഐ എം ഫിറ്റ് ഇൻ ടു ആൻഡ് വാട്ട് ഈസ് മൈ സിറ്റുവേഷൻ, വേർ ഡു ഐ നീഡ് ടു ഗോ, വാട്ട് ടൈപ്പ് ഓഫ് ക്യാമ്പസ് വിൽ ഫിറ്റ് ഇൻ ടു മീ, ആൻഡ് ഓഫ് കോഴ്സ് ദ റിസൾട്ട്, ഹൗ ഇസ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ അക്കാഡമിക്സ് ആൻഡ് ഓൾ. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കോളേജ് സെലക്ട് ചെയ്യാം. ഏജൻസിന്റെ കൈ പെടുന്നില്ല. ഓക്കെ. നിസാരമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 10 കോളേജിൻ്റെ വെബ്സൈറ്റ് എങ്കിലും കയറി നോക്കണം. ഏജൻസിനെ അവോയ്ഡ് ചെയ്യുക. അതിനകത്തുനിന്ന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. വിദ്യാഭ്യാസം ജോബ് ഓറിയൻറ്റഡ് ആവണം. അതൊരു ദുരഭിമാനത്തിൻ്റെ തലത്തിൽ നിൽക്കരുത്. ഇനി അങ്ങോട്ടുള്ള കാലത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലങ്ങളിലൊന്നുമല്ല. അതിനേക്കാൾ ശമ്പളവും വരുമാനവും ബിസിനസ് സാധ്യതയും ഒക്കെയുള്ള മേഖലകൾ കൂടി നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ചിന്തിച്ച് ആലോചിച്ച് തിരഞ്ഞെടുക്കാം. അതിന് ഈ ടോക്ക് ഷോ ഒരു ഉപാധിയാകട്ടെ. ഓക്കെ, താങ്ക് യു.